നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് അതിലേക്കാണ് പോകുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടിയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ കാർഡുകൾ കിട്ടുന്നതിന് നെഗറ്റീവ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രാർത്ഥന, ശക്തമായ മന്ത്രം കൂടി ചൊല്ലുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ ഉൾപ്പെടാൻ നിങ്ങളുടെ പേരോ നക്ഷത്രമോ പങ്കാളിയുടെ പേരോ നക്ഷത്രമോ എന്തെങ്കിലും ഒന്ന് താഴെ കമൻ്റ് ഇടുക. നിങ്ങളുടെ മാത്രം കാര്യമാവണമെന്നില്ല. ഇത് അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങൾക്കുള്ള മെസ്സേജുകളാണെങ്കിൽ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം അറിയാനാണ് നമ്പർ ഇവിടെ കൊടുക്കുന്നത്. വാട്സപ്പിൽ വന്നാൽ മതി. പേയ്മെൻ്റ് ഉണ്ട്. ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാ ദിവസവും ഒരേ സമയത്ത് വീഡിയോ ഇടാൻ സാധിച്ചില്ലെങ്കിൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, നിങ്ങൾ കാണും. അതിനാണ്. അപ്പോൾ ഇന്നത്തെ ഒറാക്കിൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് സോട്ട്സ് ആണ്. രണ്ടാമത്തെ കാർഡ് 10 കപ്പാണ്. സ്റ്റാർ, ഹെർമിറ്റ്, 2 പെൻഡക്കൽ, 10 പെൻഡക്കൽ, 10 കപ്പ്, 10 പെൻഡക്കൽ. ഇവിടെ നോ എന്ന ആൻസറാണ് വന്നിരിക്കുന്നത്. വീണ്ടും നോ എന്ന ആൻസറാണ്. അത് ഒരുപാട് കാർഡുകൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായത് കാരണം നമുക്കത് പ്രത്യേകിച്ചൊരു കാർഡാന്ന് പറയാൻ പറ്റില്ല. ഇവിടെ രണ്ടുപേരും ഫെമിനിൻ എനർജിയാണ് വന്നിരിക്കുന്നത്. 10 പെൻഡക്കൽ വീണ്ടും വന്നു. മജിഷ്യനാണ് വന്നിരിക്കുന്നത്. ആയില്യം, തൃക്കേട്ട, രേവതി, പുണർദം, വിശാഖം, പൂരൂരുട്ടാതി, മകൈരം, ചിത്തിര, അവിട്ടം ഇതൊക്കെയാണ് നക്ഷത്രങ്ങൾ. നമ്പറുകൾ 10 3 തവണയാണ് വന്നിരിക്കുന്നത്. 1 2 തവണയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 5 1 വന്നിരിക്കുന്നത്. അതൊരു നല്ലൊരു ലക്ഷണമാണ്. ഏഞ്ചൽ നമ്പർ 5 1 വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സമയമാണ് കേട്ടോ. ഇനി 2 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്പറുകൾ. ഓം രക്തനയനായ വിദ്മഹേ നീലവർണായ ധീമഹി തന്നോ തമ പ്രചോദയാത്. ആദ്യത്തെ കാർഡ് ഏസ് ഓഫ് സോട്ട്സ് ആണ്. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴി, ഉള്ളുകൾ പാകിയ വഴി, അതാണ് ഇവിടെ കാണുന്നത്. വിഷലിപ്തമായ മനസ്സുകൾ, അത് മാറാനാണ് നമ്മൾ ഈ മന്ത്രം ചൊല്ലിയത്. നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ നെഗറ്റീവ് പഠിപ്പിക്കുക. നമുക്ക് ഒന്നും നല്ലത് നടക്കുന്നില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നിങ്ങനെ നെഗറ്റീവായി ചിന്തിപ്പിക്കുമല്ലോ. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പറയുക, ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഏസ് ഓഫ് സോട്ട്സ് വരുന്നത്. മറക്കാൻ കഴിയാത്ത വാക്കുകൾ. പങ്കാളി പറയുന്നതേ നിങ്ങളെന്തോ പറഞ്ഞത് അവർ മറക്കാതെ അതിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. അതാണ് നെഗറ്റീവായി ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ നല്ല സ്നേഹത്തിലായിരുന്നു. ഇതിനിടയിലാണ് എന്തോ സംഭവിച്ചിരിക്കുന്നത്. നോ നോ എന്ന 2 കാർഡാണ് വന്നിരിക്കുന്നത്. ഒന്ന് കർക്കിടകം രാശിയാണെങ്കിൽ മറ്റൊന്ന് അക്യൂറിയസിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അക്യൂറിയസിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ് സ്റ്റാർ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളവരുടെ ഒരു സ്റ്റാർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒന്ന് എൻഡായ പോലെയാണ് കാണുന്നത്. രണ്ടുപേരും തമ്മിൽ എന്തൊക്കെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിച്ചു അല്ലെങ്കിൽ പെരുമാറി. പരിഭവത്തിലാണിപ്പോൾ, രണ്ടുപേരും പരിഭവത്തിലാണ്. എന്നാൽ 10 കപ്പ്, 10 പെൻഡക്കൽ 2 തവണ അതൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒന്നിച്ച് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് രണ്ടുപേരും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ വിവാഹേതര ബന്ധമോ അല്ലെങ്കിൽ ദമ്പതികളോ ഒക്കെയാണ്. അതിനിടയിലാണ് ഈ സൗന്ദര്യപ്പണക്കം ഉണ്ടായിരിക്കുന്നത്. സൗന്ദര്യപ്പണക്കം ഉണ്ടായപ്പോൾ ആലോചിക്കുകയാണ്, എന്നെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, ഞാൻ അതിന് മാത്രമൊന്നും ചെയ്തില്ലല്ലോ. ഇങ്ങനെ നെഗറ്റീവായി അവർ ചിന്തിക്കുകയാണ്. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാക്കുകൾ മാത്രമല്ല മറ്റ് പ്രശ്നങ്ങളും ധാരാളം ഇവിടെ വന്നിട്ടുണ്ട്. മതമായിരിക്കാം, ജോലിയായിരിക്കാം, സമ്പത്തായിരിക്കാം, ഏറ്റക്കുറച്ചിലുകളായിരിക്കാം, വീട്ടുകാർക്ക് സമ്മതമില്ലാത്തതായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളെയും ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്നാൽ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത് അവരുടെ മനസ്സിൽ കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും ആരോപണം അവർക്ക് നേരെ നിങ്ങൾ പ്രയോഗിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരെയും സ്നേഹത്തിൽ മറ്റാരെങ്കിലും ആരോപണം കൊണ്ട് വന്നോ? എന്തായാലും വേദനിക്കുന്നൊരു ഹൃദയമാണ് ഏസ് ഓഫ് സോട്ട്സിൽ നിൽക്കുന്നത്. എന്നാൽ അതിൽ നമുക്ക് എന്നും നമ്മൾ നെഗറ്റീവാണ് പറയാറ്. പക്ഷേ 10 എന്ന നമ്പർ ഒരുപാട് തവണ വന്നതുകൊണ്ടും മജിഷ്യൻ വന്നതുകൊണ്ടും അതിലത്തെ മറ്റൊരർത്ഥം ഞാനിന്ന് പറയാൻ പോവുകയാണ്. ഈ ഏസ് ഓഫ് സോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ വാള് പിടിച്ചിരിക്കുന്ന ഒരു കൈയാണ്. ആ കയ്യ് നമ്മൾക്ക് നേരെ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ
പ്രശ്നങ്ങളെയാണ് വാള് കാണിക്കുന്നത്. ഈ കയ്യ് പ്രപഞ്ചത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ കൈയാവാം. ആ പ്രശ്നങ്ങളെ മാറ്റിത്തരും എന്നാണ് മറ്റൊരർത്ഥം. നിങ്ങൾക്ക് എന്ത് വേണോ അത് നേടിത്തരാൻ ഈ കയ്യിന് കഴിയും. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ പ്രണയത്തിലായാലും എന്തിലായാലും മാറ്റം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരു ഈശ്വരാനുഗ്രഹമുണ്ട്. അതുകൂടിയാണ് ഏസ് ഓഫ് സൂട്ട്സ് പറയുന്ന നല്ല മെസ്സേജ്. എന്നും ഞാൻ പറയാറുണ്ട്, കുപ്പിച്ചില്ല് നിറഞ്ഞ വഴിയാണ്. അത് തരുന്നത് ഈ മെസ്സേജ് ആണെങ്കിലും ഇന്ന് മറ്റുള്ള കാർഡുകൾ നല്ലത് വന്നിട്ടുണ്ട്. നോ എന്ന ആൻസർ വന്നതല്ല നമ്മളിപ്പോൾ പറയുന്നത്. 10 പെൻഡക്കിൾ, 10 കപ്പ്, ഇതൊക്കെ നിങ്ങളുടെ സന്തോഷത്തിനെ കാണിക്കുന്ന കാർഡുകളാണ്. അപ്പം നമുക്ക് സന്തോഷം തരുന്നത് ആ ഈശ്വരനാണ്. അത് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നേടാൻ കഴിയും. നിങ്ങളുടെ നേരെ വരുന്ന വാള് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, വെല്ലുവിളികൾ അത് മാറ്റിത്തരും എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. ഇതാണ് ഇന്ന് മറ്റുള്ള കാർഡുകൾ പോസിറ്റീവ് ആയതുകൊണ്ട് പറയാനുള്ളത്. നിങ്ങൾ തമ്മിൽ ഓൺ ആൻഡ് ഓഫ് ബന്ധമാണ്. ഇടയ്ക്ക് വന്ന് സ്നേഹിച്ച് പോകുന്ന ആളാണ്. കുടുംബമുള്ളവരായിരിക്കാം. 10 എന്ന നമ്പർ തന്നെ വിവാഹത്തിനെ കാണിക്കുന്നതാണ്. ദാമ്പത്യത്തിനെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഒരുപക്ഷെ 2 പേര് ദാമ്പത്യം ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ദമ്പതികൾ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരായിരിക്കാം. 10 പെൻഡക്കിളായാലും 10 കപ്പായാലും എല്ലാം പറയുന്നത് വിവാഹ ജീവിതത്തിനെ കുറിച്ചാണ്. അതുപോലുള്ള ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ 2 പേരും അകലുമ്പോൾ ഹെർമിറ്റിലേക്ക് വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓറിയോൺ, കണ്ണ് നഷ്ടപ്പെട്ട ഓറിയോൺ, അതിനെയാണ് ഹെർമിറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്നലെയായിട്ട് ഞാൻ 7 വാണ്ടിനെ കുറിച്ച് പറഞ്ഞു. സീതയുടെ അഗ്നി പരീക്ഷണമാണെന്ന്. അതിന് ഓരോ കാർഡും ഓരോന്നിനെ ഇൻഡിക്കേറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്. കണ്ണ് കാണാതെ കയ്യിൽ വെളിച്ചമുണ്ടായിട്ട് എന്താ കാര്യമെന്നാണ് ഹെർമിറ്റ് ചോദിക്കുന്നത്. കണ്ണ് കാണാത്തവന് പുറത്തൊരു ലൈറ്റ് മിന്നിയിട്ട് കാര്യമില്ലല്ലോ. കണ്ണാണല്ലോ ആദ്യത്തെ വെളിച്ചം. അതില്ലാതെ അങ്ങനെ തപ്പി തടഞ്ഞ് മുന്നോട്ട് പോവുക. ഇയാളുടെ വിശ്വാസം കയ്യിൽ വെളിച്ചമുണ്ടല്ലോ എന്നുള്ളതാണ്. അതുകൊണ്ട് അയാൾ കാണുന്നില്ല എന്നുള്ളത് മറ്റൊരു മെസ്സേജ്. അപ്പം പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് അതിൻ്റെ ആന്തരാർത്ഥം. ഇനി 9 എന്ന നമ്പർ, നിങ്ങൾ ഒന്ന് ജാഗരൂകരാവണം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിടയിലെ ഈ പ്രശ്നങ്ങൾ എന്തിൽ നിന്നാണോ തുടങ്ങിയത്? നിങ്ങൾ 2 പേരും വഴക്കിട്ടിട്ടാണോ? അതിലെന്തെങ്കിലും പറഞ്ഞു പോയത് കൊണ്ടാണോ? അതവർക്ക് വേദനിച്ചിട്ടാണോ? ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പ്രണയം എന്ന് പറഞ്ഞാൽ 2 മനസ്സുകളുടെ കൂടിച്ചേരലുകളാണ്. ആ മനസ്സ് വേദനിച്ച് പോയിട്ട് നിങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കുക, നിങ്ങളോടൊന്ന് വെറുപ്പ് തോന്നുക ചെയ്തു കഴിഞ്ഞാൽ പ്രണയം അവിടെ നിൽക്കും. പിന്നീട് ആ പ്രണയം മുന്നോട്ട് പോവില്ല. എവിടെയേ കിടക്കുന്ന ഒരാൾ, എവിടെയേ കിടക്കുന്ന നിങ്ങൾ 2 പേരും കാണുക അല്ലെങ്കിൽ പരിചയപ്പെടുക, അവസരം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നു. 2 പേർക്ക് ഒരുപാടൊന്നും അറിയില്ലായിരിക്കാം. എന്നിട്ട് നിങ്ങളുടെ മനസ്സുകൾ ഒന്നാവുന്നു. ഇതൊക്കെ മുജ്ജന്മങ്ങളിലെ ബന്ധങ്ങളുടെ തുടർച്ച തന്നെയാണ്. ചരടിൽ മണി കോർത്ത പോലെയാണ് എന്നാണ് പറയുന്നത്. ഓരോ കാര്യങ്ങളും ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് പ്രകൃതി ചെയ്തു വയ്ക്കുന്നത്. നല്ലതായാലും നല്ലതല്ലാത്തതായാലും നമ്മൾക്ക് വരാനുള്ളതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനതാണ് പറഞ്ഞത്, ഒരു മാല പോലെയാണ്. ഒന്നിന് പുറകെ ഒന്നായിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, അവരുമായിട്ട് അങ്ങേയറ്റം അടുക്കുന്നു, അവരൊന്ന് മാറി നിൽക്കുമ്പോഴേക്കും നിങ്ങൾ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിൻ്റെയൊക്കെ പുറകിൽ നമ്മളറിയാത്തൊരു കൈയുണ്ട്, അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം നിങ്ങളെ അങ്ങ് ചതിച്ചു പോയി ഒരാൾ, ഞാൻ പറ്റിക്കപ്പെട്ടു, അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതൊരു യോഗം തന്നെയാണ്, ജന്മ കർമ്മഫലമാണ്. നമ്മൾ കൊടുത്തത് തന്നെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുജ്ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനൊരു ശക്തി തരണം, ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാതെ അതിൻ്റെ കാരണം തേടി നിങ്ങൾ പോകാൻ പാടില്ല. ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കണം, അതും നിങ്ങൾ വിചാരിക്കേണ്ട, അതൊക്കെ അവർക്ക് താനേ സംഭവിച്ചോളും. ഇതുപോലെ ഇവിടെ പറയുന്നത് നിങ്ങൾ തമ്മിൽ മുജ്ജന്മ ബന്ധമാണ്, മനസ്സുകളുടെ ഐക്യമാണ്. നിങ്ങളൊന്ന് ജാഗരൂകരായിരിക്കണം. വാക്കുകൾ കൊണ്ട് ആവശ്യമില്ലാത്ത വഴക്കുകൾ വേണ്ട. അത് പങ്കാളിയിൽ ഏൽക്കുന്ന ആഘാതങ്ങളാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. അതിനുശേഷം കണ്ണില്ലാത്ത ഒരാൾ മുന്നോട്ട് പോകുന്നത് പോലെയാണ് അവരുടെ അവസ്ഥ. വിരഹമാണ്. എന്നാൽ നിങ്ങളൊന്ന് ജാഗരൂകരാവൂ എന്ന് പറയുന്നുണ്ട്. കാരണം പല കാര്യങ്ങളും തടസ്സങ്ങളായിട്ട് വന്നിട്ടുണ്ട്. വീട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളായിരിക്കാം, മതമോ, പലതും. പണം വന്നിട്ടുണ്ട്, കുടുംബം വന്നിട്ടുണ്ട്. കുടുംബത്തിനെയാണ് 10 കപ്പൊക്കെ പറയുന്നത്. ഇതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സ്വയം മറന്ന് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ്.
ഓൺ ഓഫ് ബന്ധമാണ്. ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുന്നവരാണ്. അല്ലെങ്കിൽ വഴക്കൊന്നും ഉണ്ടാവില്ല. ഇന്നലെയൊക്കെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ നല്ല ആനന്ദത്തിലാവും കിടന്നുറങ്ങിയിട്ടുണ്ടാവുക. ഓ, എന്നോട് സംസാരിച്ചല്ലോ, മനസ്സ് തുറന്ന് സംസാരിച്ചല്ലോ, എനിക്ക് സമാധാനമായി, ഈ വീർപ്പുമുട്ടലൊക്കെ ഒന്ന് മാറി എന്ന് പറഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങും. രാവിലെ അല്ലെങ്കിൽ പിന്നെ ഇന്ന് നിങ്ങളൊരു മെസ്സേജ് അയക്കുമ്പോൾ ബ്ലോക്ക് ആക്കിയിട്ടുണ്ടാവും. അതുപോലുള്ള അവസ്ഥയാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അടഞ്ഞ വാതിലുകളാണ്. അവരുടെ മനസ്സ് പിടികിട്ടാത്തൊരു കാര്യമാണെന്നാണ് പറയുന്നത്. മുഖം മൂടി വെച്ച പോലെയൊക്കെ ചിലപ്പോൾ പെരുമാറും. ഇരട്ട മുഖം കാണിക്കും. ഇന്നലെ പെരുമാറിയ ആളായിരിക്കില്ല ഇന്ന്. അങ്ങനത്തെയൊക്കെ ഒരു സ്വഭാവമാണ്. ഇവിടെ പെൻറ്റക്കിൾസാണ് കൂടുതൽ വന്നിരിക്കുന്നത്. പെൻറ്റക്കിൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വീനസിനെയാണ്. വീനസ് എന്ന് പറഞ്ഞാൽ കാമവികാരം. ഞാൻ പറഞ്ഞു, സൗന്ദര്യം ഉണ്ടാവും, പ്രണയം ഉണ്ടാവും, ഫിസിക്കലായിട്ടുള്ള ബന്ധം ഉണ്ടാവും. ഇതൊക്കെ ഉള്ള നിങ്ങൾ വാക്കുകൾ കൊണ്ട് പോരടിക്കാതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം അക്യൂറിയസ് ആണ് വന്നിരിക്കുന്നത് കൂടുതലും കാർഡുകളിൽ. ഒരുപാട് കാർഡിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നോ എന്ന ആ മുകളിലിരിക്കുന്ന ലേഡി ഉണ്ടോ, കുറച്ച് പകയോടുകൂടി ഇരിക്കുന്നുണ്ടോ, കലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ട്. റെഡ് കളറാണ് അതിൻ്റെ കണ്ണുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രതികാരം കണ്ണുകളിൽ നിഴലിക്കുന്ന ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. അത് അക്യൂറിയസിനെ ഇൻഡിക്കേറ്റ് ചെയ്താണ്. പക്ഷെ അതിൻ്റെ പേരതൊന്നുമല്ല, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, വേറൊരു പേരാണ്. വിഷലിപ്തമായ ബന്ധങ്ങൾക്ക് വേണ്ടി, പ്രതികാരത്തിന് വേണ്ടി, അമിത ദേഷ്യത്തിന് വേണ്ടി, തൽക്കാലം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വെല്ലുവിളികൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിനെയാണ് ഈ ലേഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിങ്ങളറിയാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ വിജയിക്കണമെന്ന് വിചാരിച്ച് മാത്രം മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുമെന്നാണ് ഈ ലേഡി പറയുന്നത്. അതാണ് ജാഗരൂകരായിരിക്കാൻ 9 എന്ന നമ്പർ പറഞ്ഞത്. ഹെർമിറ്റ് പറയുന്നത് കണ്ണ് കാണാതെ മുന്നോട്ട് പോകരുത് എന്നാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം പാടില്ലാത്തതായിരിക്കാം. അതാണ് ജാഗരൂകരായിരിക്കാൻ പറയുന്നത്. പങ്കാളികൾ തമ്മിൽ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ബന്ധമായിരിക്കാം. അത് വീട്ടുകാരെ എതിർത്താലോ, അപ്പോൾ നിങ്ങൾ തകർന്നു പോവില്ലേ? അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കൂ എന്ന് മാത്രമാണ് 9 എന്ന നമ്പർ പറയുന്നത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇരുവഴി പിരിഞ്ഞിരിക്കുകയാണ്. അക്യൂറിയസ് ആണല്ലോ, 2 പേരെയും 2 വഴിക്കാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ 2 പെൻറ്റക്കിളൊക്കെ മാറി 10 കപ്പിലേക്കും 10 പെൻറ്റക്കിളിലേക്കും നിങ്ങൾ വരും. നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ്. ജീവിതകാലം മുഴുവൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ടോറസാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ പ്രണയം എനിക്ക് മാത്രമുള്ളതാണ്, അത് മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, അങ്ങനെയുള്ളൊരു സ്വാർത്ഥമായ പ്രണയം. ഇവിടെ ഡെവിൾ എനർജി നിൽക്കുന്നുണ്ട്. വീനസ് വന്നതുകൊണ്ട് പറയുന്നു അങ്ങേയറ്റം പ്രണയമാണെന്ന്. ഇനി സൗന്ദര്യമുള്ളവരാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള 2 ഫെമിനിൻ എനർജി വീനസ് അല്ല കേട്ടോ, മറ്റ് ഗോഡസുകളാണ്, ദേവികളാണ്. അത് പല കാർഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻസർ എന്ന കാർഡ് മൂണിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ മൂൺ നിൽക്കുന്ന എല്ലാറ്റിനെയും ആ കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അക്യൂറിയസിനെയാണ് മുകളിലിരിക്കുന്ന നോ എന്ന കാർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതും പല കാർഡിനെയും സൂചിപ്പിക്കാനാണ്. ഏസ് ഓഫ് സോഡ്സ് മുതൽ പല കാർഡുകളിലും അക്യൂറിയസ് നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളും തടസ്സമായിട്ട് നിൽക്കുന്നത്. മനസ്സിൽ നെഗറ്റീവ് ചിന്തകളുണ്ട്. അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ മാറിപ്പോകും, എന്തിനാണ് എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതെന്ന്. നിങ്ങൾക്കും തോന്നുന്നുണ്ട് എനിക്ക് കിട്ടില്ല, ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ബന്ധമാണല്ലോ, ഞങ്ങൾ അകലുമെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ട്. ബന്ധം ഏതുമാവാം. അവിവാഹിതരാണെങ്കിൽ വിവാഹം കഴിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. അതാണ് 10 പെൻറ്റക്കിൾ പറയുന്നത്. ഇനി വിവാഹിതരാണെങ്കിൽ നന്നായിട്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകണം എന്നുള്ളവരാണ്. വിവാഹേതര ബന്ധമാണെങ്കിലും ഇത് അവസാന കാലം വരെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സുകൊണ്ടുള്ള ഈ ബന്ധം, അതാണ് ഈ 10 പെൻറ്റക്കിൾ സൂചിപ്പിക്കുന്നത്. അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ നോ എന്ന 2 കാർഡും പറയുന്നത്. എന്നാൽ ഈ ഏസ് ഓഫ് സോഡ്സിലും ഈ നോ എന്ന കാർഡിലും ഒന്നും നിൽക്കാതെ നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് വരുമെന്നാണ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഊർജം 10 കപ്പ്, അത് ഊർജത്തിനെ തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ നല്ല മനസ്സിനെയാണ് കാണിക്കുന്നത്. നെഗറ്റീവ് ചിന്തകളൊക്കെ പോയി നിങ്ങളായാലും അവരായാലും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകും. ഇതിനെയല്ല, ഈ കടമ്പകളെല്ലാം നിങ്ങൾ കടക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് തന്നെ ഒരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. മജീഷ്യനാണല്ലോ വന്നിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കാം. ന്യൂ ബിഗിനിങ്, അതിൻ്റെ 2 കാർഡാണ് വന്നിരിക്കുന്നത്. 10 പെൻറ്റക്കിൾ ഭാഗ്യം, വിജയം, സന്തോഷമാണ് പറയുന്നത്. 10 കപ്പ് ഐക്യം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭാഗ്യം, വിജയം, സന്തോഷമൊക്കെ ഉണ്ട്.
ഇതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മതത്തിനെ സൂചിപ്പിക്കുന്നതാണ് ഈ 10 പെൻറ്റക്കിൾ എന്ന കാർഡ്, 2 പെൻറ്റക്കിൾ എന്ന കാർഡ്, അക്യൂറിയസ്, ഇതൊക്കെ മതത്തിനെ കാണിക്കുന്നതാണ്. മജിഷ്യൻ, അതും നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങളെ തന്നെയാണ് കാണിക്കുന്നത്. പോസിറ്റീവ് മെസ്സേജ് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളൊരു മായ കാഴ്ചയിലാണെന്നാണ് പറയുന്നത്. നിങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ളത് എല്ലാം കിട്ടുമെന്ന് കരുതാൻ പാടില്ല. പക്ഷേ ഇവിടെ പോസിറ്റീവ് എനർജി വന്നതുകൊണ്ടും ഇത് പോസിറ്റീവ് മെസ്സേജ് ആയതുകൊണ്ടും നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് പറയുന്നത്. രണ്ടുപേരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത് തന്നെ അതുണ്ടാവും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് പോസിറ്റീവായ മെസ്സേജ്. ഇനി നെഗറ്റീവ് പറയാം. ഇവിടെ മജിഷ്യൻ തന്നെ വന്നിരിക്കുന്നത് മായ കാഴ്ചകളെക്കുറിച്ച് പറയാനാണ്. ഞാൻ പറയാറില്ലേ, ഹിഡിമ്പി പ്രേമത്തോടുകൂടി കൊടുത്ത കണ്ണാടിയിൽ ഭർത്താവിൻ്റെ നേരെ പിടിച്ചപ്പോൾ അയാളുടെ ഹൃദയത്തിൽ കണ്ടത്, ഹൃദയത്തിനെ കാണിച്ചു കൊടുക്കുന്ന കണ്ണാടിയാണല്ലോ, പാഞ്ചാലിയാണെന്നാണ്. ഹിഡിമ്പി വിചാരിച്ചു അവളെ ആയിരിക്കും സ്നേഹം എന്ന്. ഇതുപോലെ കുറേ മായ കാഴ്ചകളെക്കുറിച്ചാണ് മജിഷ്യൻ പറയുന്നത്. നമ്മൾ കാണുന്നതാവില്ല സത്യം. ഒരു കല്ലിനെയാണ് നമ്മൾക്ക് മുട്ടായിയാണ് അല്ലെങ്കിൽ പഞ്ചസാരയാണെന്ന് പറഞ്ഞിട്ട് തരാൻ പോകുന്നത്. അത് കല്ലാണ്. അതുപോലുള്ള മായ കാഴ്ചകളിലായിരുന്നു നിങ്ങൾ എന്ന് പറയുന്നത്. പുതിയൊരു പ്രണയത്തിലേക്ക് പോയി. ഈ വ്യക്തിക്ക് ഇരട്ട മുഖമാണ്. നിങ്ങൾ തമ്മിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട് പല കാര്യത്തിലും. നിങ്ങൾക്ക് ഹെർമിറ്റിൻ്റെ അവസ്ഥയാണിപ്പോൾ. കണ്ണ് കാണാതെ എന്ത് വേണമെന്നറിയാത്ത അവസ്ഥയാണ്. നിങ്ങളെ വഞ്ചിച്ചല്ലോ. ഇനി ഫിസിക്കലായിട്ട് ബന്ധമുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം സ്നേഹത്തോടു കൂടി കഴിഞ്ഞു പോവുകയായിരുന്നു. അതിനിടയിലാണ് ഈ മജിഷ്യൻ വന്നിരിക്കുന്നത്, പുതിയ പ്രണയം. അപ്പോൾ നിങ്ങളുടെ ജീവിതം ഏസ് ഓഫ് സോർട്സിലേക്ക് പോയി. കുപ്പിച്ചില്ല് നിറഞ്ഞ വഴിയിലൂടെയുള്ള യാത്ര പോലെയായി ഈ ബന്ധം. നോ നോ എന്ന് തന്നെയാണ് രണ്ട് ആൻസറും പറയുന്നത്. ഇനി സ്റ്റാർ പറയുന്നു ഇരുവഴി പിരിഞ്ഞു എന്ന്, 2 പെൻറ്റക്കിൾ പറയുന്നു ഇരുവഴി പിരിഞ്ഞു എന്ന്, നിങ്ങൾക്ക് മുന്നിൽ അടഞ്ഞ വാതിലാണെന്ന്. ഹെർമിറ്റ് പറയുന്നു കണ്ണ് കാണാത്ത പോലെയാണ് നിങ്ങളിപ്പോൾ, എന്ത് വേണമെന്ന് അറിയുന്നില്ല, നിങ്ങളൊരു മാനസിക വിഭ്രാന്തിയിലാണിപ്പോൾ. ഇവിടെ വിവാഹം നടക്കാനും സാധ്യതയുണ്ട്, മറ്റൊരാളെ വിവാഹം കഴിക്കാനും സാധ്യതയുണ്ടെന്ന് പറയുന്ന കാർഡുകളാണ് 10 പെൻറ്റക്കിൾ. അവിവാഹിതരാണെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജാതി മതമൊന്നും ഒന്നായിരിക്കില്ല. പ്രണയിക്കുമ്പോൾ ഒന്നും അത് കാണിച്ചില്ല. പ്രണയിക്കുമ്പോൾ എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നിങ്ങളെ എല്ലാ രീതിയിലും മുതലെടുത്തു. അപ്പോഴാണ് ജാതി മതമൊക്കെ ഓർമ്മ വന്നത്. പിന്നെ വീട്ടുകാർ പറയുന്നതിലേക്ക് പോയി. ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന നെഗറ്റീവ് മെസ്സേജ്. നോ എന്ന ആൻസർ 2 തവണയാണല്ലോ വന്നിരിക്കുന്നത്. അത് നെഗറ്റീവായ മെസ്സേജുകാർക്കാണ്. ഇനി അത് പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറയുന്നത്. ഇവിടെ പറയട്ടെ, അതിദാനാത് ഹതകർണ, അമിതമായ ദാനം കൊണ്ട് കർണം നശിച്ചു. അതിലോഭാത് സുയോധന, അമിതമായ ദുരാഗ്രഹം കൊണ്ട്, അന്യരുടെ മുതലും എനിക്ക് വേണം, അതുകൊണ്ട് ദുര്യോധനൻ നശിച്ചു. അതികാമാത് ദശഗ്രീവോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമിതമായ കാമം കൊണ്ടാണ് രാവണൻ മരിച്ചത്. രാവണൻ കുലത്തോടുകൂടി നാശം വന്നത്. എന്നാൽ സർവത്ര വർജയിൽ എന്ന് പറയുന്നത് ആരും കേൾക്കുന്നില്ല. അമിതമായതെല്ലാം വർജിക്കുക. അതിന് പങ്കാളിയോടുള്ള സ്നേഹമായാലും കാമമായാലും പണത്തിനോടുള്ളതായാലും എന്തിനോടുള്ളതായാലും അമിതമായതെല്ലാം നിങ്ങൾ മനസ്സിൽ നിന്ന് കളയൂ എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇത് ഇപ്പൊന്നും പറഞ്ഞുണ്ടാക്കിയതല്ല. മനുഷ്യർ ഉണ്ടായ കാലം മുതൽക്ക് പണ്ഡിതന്മാരാരോ പറഞ്ഞതാണ്. ഇതാരെങ്കിലും കേൾക്കുന്നുണ്ടോ? അമിതമായ കാമമാണിപ്പോൾ യുവാക്കൾക്കിടയിലായാലും. പ്രായമൊന്നുമില്ല, എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്നു, അതിന് നടുക്കിൽ ഒരു വയസ്സായ കുഞ്ഞ് ഉറങ്ങുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് കിടക്കാൻ സമ്മതിക്കില്ല. അച്ഛനെപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും നടുക്കാണ് കുട്ടിയെ കിടത്തിക്കൊണ്ടിരിക്കുന്നത്. പല രാത്രികളിൽ ഈ അമ്മ ഉണരുമ്പോൾ കുട്ടിയുടെ മുഖത്തു കൂടെയൊക്കെ പുതപ്പിട്ട് മൂടിയിട്ടുണ്ടാവും. കുട്ടിയെ കാലുകൊണ്ടും കൈമുട്ടുകൊണ്ടൊക്കെ ഇടിക്കുക, അടിക്കുക, അമർത്തുക, കൈ പിടിച്ച് തിരിക്കുക, ഇങ്ങനെയുള്ള ലീലാവിലാസങ്ങളാണ് അച്ഛന്. ഇങ്ങനെ ഈ കുട്ടി ഈ 1 വയസ്സിനുള്ളിൽ അനുഭവിക്കാത്ത പീഡനങ്ങളില്ല എന്നാണ് പറയുന്നത് അച്ഛൻ്റെ ഭാഗത്തുനിന്ന്. ഒറ്റ കാരണമേ ഉള്ളൂ അതിന്. അയാൾക്ക് ഇഷ്ടം പോലെ ഭാര്യയുമായി രതിയിൽ ഏർപ്പെടാൻ പറ്റുന്നില്ല. അത് കുഞ്ഞല്ലേ. രാത്രി മുഴുവൻ ഭാര്യയുമായിട്ട് ഈ കേളികളാടണം. അത് ഉണരും, കരയും, അതിന് പാൽ കുടിക്കണം, അല്ലെങ്കിൽ അത് മൂത്രമൊഴിച്ച് തണുത്താൽ അത് ഉണരും. അങ്ങനെ അതിനെ ശല്യമായി കരുതി അതിനെ അങ്ങ് ഇല്ലാതാക്കിയ അച്ഛനെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ബന്ധത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. യുവാക്കളായാലും ആണും പെണ്ണും ആണോ, ഈ ഒരൊറ്റ വിചാരം മാത്രമേ ഉള്ളൂ. ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല, ഇതൊക്കെ കേൾക്കുമ്പോൾ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. നമ്മൾക്കും ഉണ്ടായിട്ടുണ്ട് 2 കുട്ടികൾ. എങ്ങനെ തോന്നുന്നു അവനവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? പാവം അതിൻ്റെ മുഖത്ത് നോക്കിയാൽ കരഞ്ഞു പോകട്ടോ.
കുഞ്ഞിനെ ഇല്ലാതാക്കിയത് തന്തട കാമഭ്രാന്തുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത്, അതുപോലുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് അധികമായിട്ടുണ്ടെങ്കിൽ അതിന് കൺട്രോൾ ചെയ്യാനുള്ള പല യോഗ ധ്യാന പോലുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മരുന്നുകളുണ്ട്. അതൊക്കെ കഴിക്കുക. അത് വേറൊരാൾക്ക് അപകടമാവുന്ന വിധത്തിൽ നമ്മുടെ മനസ്സിൽ വളരാൻ സമ്മതിക്കരുത്. അത് നമ്മളെ നശിപ്പിക്കുന്ന സാത്താൻ തന്നെയാണ്. ലഹരികൾ, ഏത് ലഹരിയായാലും, മദ്യമായാലും മയക്കുമരുന്നായാലും ഫിസിക്കൽ താല്പര്യമായാലും, ഇതൊക്കെ നമ്മളെ നശിപ്പിക്കുന്ന ഒരു തരം വിഭ്രാന്തികളാണ്. അത് മനസ്സിലാക്കുക. എല്ലാം വേണം, പാകത്തിന് വേണം. അതിൽ കൂടുതലായ വേറൊരാളെ കൊല്ലാൻ തോന്നുന്ന വിധത്തിൽ നിങ്ങൾക്ക് ഇത്തരം വികാരങ്ങൾ കൂടുതലാണെങ്കിൽ അപ്പം തന്നെ ഒരു ഡോക്ടറെ കാണിക്കുക. എനിക്ക് ചോദിക്കാൻ ഒന്നേ ഉള്ളൂ, ഈ കുട്ടി ഉണ്ടാവുന്നതിന് മുമ്പ് തന്തയ്ക്ക് അറിയില്ലേ ഇതുണ്ടാവുന്ന? അപ്പം എന്തെങ്കിലും ചെയ്യായിരുന്നില്ലേ? ഇതിനെ ഈ 1 വയസ്സ് വരെ പീഡിപ്പിച്ച് അവസാനം അതിനെ ഇല്ലാതാക്കുന്നത് വരെ എത്രമാത്രം വേദന ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ടാവും. ഞാനിവിടെ ഗണപതിക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഉണ്ണി ഗണപതിയാണ് എൻ്റെ അടുത്തുള്ളത്. അതൊരു കുഞ്ഞായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. അവന് പാലൊക്കെ കൊടുക്കും ഞാൻ. ആ പാല് കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? ഈ ലോകത്തുള്ള ഒരു കുട്ടികളും, അത് മനുഷ്യക്കുഞ്ഞെന്ന് മാത്രമല്ല ഏത് കുഞ്ഞാലും വിശന്നിരിക്കരുത്. നിൻ്റെ വയറ് നിറയുമ്പോൾ ഈ ലോകത്തിൻ്റെ മൊത്തം വിശപ്പും അടങ്ങണം. ഇങ്ങനെ പ്രാർത്ഥിച്ചാണ് നമ്മളത് നേദിക്കുന്നത്. മനസ്സിലാക്കണം. അങ്ങനത്തെ നമ്മളാണ് ഇത്തരം ന്യൂസുകളും കേൾക്കുന്നത്. ഇനിയൊന്നും പറയാനില്ല. എനിക്ക് സങ്കടം കൊണ്ട് എനിക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അത് കേട്ടപ്പോൾ മുതൽ. ഇതുപോലെ ഓരോ കുട്ടികളുടെ വിഷമം കേൾക്കുമ്പോഴും ഞാനിങ്ങനെ കരയാറുണ്ട്. അപ്പം നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. എന്തൊക്കെയാണ് കിട്ടുക നോക്കാം. എല്ലാവരെയും ഒന്ന് നെഗറ്റീവ് അടിപ്പിച്ചു ഞാൻ, പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ലവ് കാർഡാണ് വന്നിരിക്കുന്നത്. അർജുനനും സുഭദ്രയും, സോൾമേറ്റ് വന്നു, കണ്ണനും രാധയും വന്നു. ഇനി മെസ്സേജ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അത് ഹനുമാനും സീതയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരു മെസ്സേജ് കിട്ടും എന്ന് മജീഷ്യൻ പറഞ്ഞു. കണ്ണൻ, രാധ, ഇത് വിവാഹം കഴിക്കാൻ പറ്റാത്ത നിത്യകാമുകി കാമുകന്മാരാണ്. ഇനി അർജുനനും സുഭദ്രി വിവാഹിതരായ ദമ്പതികളാണ്. ഇനി സീത കാത്തിരുന്ന ആ മെസ്സേജ് ഹനുമാൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഹനുമാൻ എന്ന് പറഞ്ഞ ഫോണാണ് അല്ലേ, ഫോണിലൂടെ നിങ്ങൾക്കൊരു മെസ്സേജ് വരും എന്നാണ്. പല ദൂതന്മാരും പണ്ടുണ്ടായിട്ടുണ്ട്, ഈ പ്രണയ സന്ദേശങ്ങൾ കൊണ്ടുപോകുന്ന ദൂതന്മാർ. ഹനുമാൻ രാമൻ്റെ സന്ദേശം കൊണ്ടുപോയതാണ്. ഇനി മറ്റൊരാൾ മേഘ സന്ദേശം, കാളിദാസൻ്റെ മേഘത്തിൻ്റെ കയ്യിലാണ് ഒരു ഗന്ധർവൻ തൻ്റെ പ്രണയിനിക്ക് സന്ദേശം കൊടുത്തയക്കുന്നത്. ഇനി ഹംസദൂത്, നള ദമയന്തി, ഹംസത്തിൻ്റെ കയ്യിലാണ് ദമയന്തിക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ദമയന്തി നളന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കിപ്പോൾ സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനുള്ള ഏക മാർഗം എന്ന് പറഞ്ഞ ഫോണാണ്. ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാണ്. അത് മറ്റൊരു കാര്യം. എല്ലാവരുടെ കിടപ്പറയിലും മറ്റൊരാളുടെ സ്വകാര്യത വന്ന് നമ്മളെയും അവരെ അലോസരപ്പെടുത്തുക, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക, ഇക്കിളി കൊള്ളിക്കുക എല്ലാം ചെയ്യുന്നൊരു സാധനം കൂടിയാണ്. അത് വേണ്ട വിധം ഉപയോഗിക്കുക. അത് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോവുക. എല്ലാതും വെളുത്തിരിക്കുന്നതെല്ലാം പാലല്ല. ഇതാണ് പ്രണയിക്കുന്നവരോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രണയം സത്യസന്ധമാണോ എന്നൊന്ന് നോക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ മെസ്സേജുകൾ. ഇനി നമുക്ക് ഹെൽത്ത് കരിയർ നോക്കാം. ഇവിടെ വന്നിരിക്കുന്നത് കുടൽ രോഗങ്ങളാണ്. ആമാശയ രോഗങ്ങൾ, വയറുവേദന, വോമിറ്റിംഗ്, ദഹനക്കുറവ്, ഫുഡ് അലർജി ഇത് വന്നിട്ടുണ്ട്. ഇനി വാതസംബന്ധമായ രോഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നാഡീസംബന്ധമായ അസുഖങ്ങൾ, വാതരോഗം, പക്ഷാഘാതം ഇതൊക്കെ പറയുന്നുണ്ട്. ഗർഭാശയ അണ്ഡാശയ സ്തന ഫൈബ്രോയിഡുകൾ പറയുന്നുണ്ട്. അമിത ആർത്തവം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് രോഗമായിട്ട് വന്നിരിക്കുന്നത്. ഇനി ജോലി, അധ്യാപികമാർ വന്നിട്ടുണ്ട്, സർക്കാർ ജോലികൾ വന്നിട്ടുണ്ട്, വാട്ടർ അതോറിറ്റി വന്നിട്ടുണ്ട്, ഗോൾഡ് സ്മിത്ത്, ബാങ്ക് ഇതൊക്കെ വന്നിട്ടുണ്ട്, ജ്വല്ലറി വ്യാപാരം, ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ജോലി. ഇനി പൊതുവായ കാര്യങ്ങൾ, വിവാഹ നിശ്ചയം, വിവാഹം പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് അടുപ്പിക്കുന്ന എന്തോ ഒരു കാര്യം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. യാത്രകൾ വേണ്ടിവരും എന്ന് പറയുന്നുണ്ട്. ബന്ധുസമാഗമം ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പുതിയൊരു പ്രണയം വരാൻ സാധ്യതയുണ്ട്. ഒരു മിറാക്കിൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുറച്ച് പണം വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഭൂമി, വസ്തു, വാഹനം ഇതൊക്കെ വാങ്ങാനുള്ള യോഗമുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസം പറയാനുള്ളത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ
ഒരു വിഷയത്തിൻ്റെ 3 ചോദ്യം ചോദിക്കുക, 1000 രൂപ അടച്ചിട്ട്. ഇനി ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് സംതൃപ്തി വരുന്ന വിധത്തിൽ ഫുൾ റീഡിംഗ് ആയിട്ട് തന്നെയാണ് ഞാൻ തരുന്നത്. എന്നിട്ടും വീണ്ടും ചോദ്യം ബാക്കിയുണ്ടെങ്കിൽ അതിന് പേയ്മെൻറ്റ് വേറുണ്ട്. പരിഹാരം വല്ലതും പറഞ്ഞു തരണമെങ്കിൽ അതിന് പേയ്മെൻറ്റ് വേറുണ്ട്. ലവ് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെയും കാര്യം മാത്രം ചോദിക്കുക. തേർഡ് പാർട്ടിയെക്കുറിച്ച് ചോദിക്കാതിരിക്കുക. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയുള്ള റീഡിംഗ് എടുക്കുക. ഇതൊക്കെയാണ് ഇവിടുത്തെ റീഡിങ്ങിൻ്റെ രീതി. വേണമെങ്കിൽ സമീപിക്കുക. ബ്ലാക്ക് മാജിക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹാരം പറഞ്ഞു തരും. വിഷയം ഏതുമാവാം. നിങ്ങൾ ചോദിക്കുന്നത് ഹെൽത്ത്, കരിയർ, ഫിനാൻസ്, ഫാമിലി ഇഷ്യൂ, ബ്ലാക്ക് മാജിക് എനർജി, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ സമീപിക്കുക. ഇനി നമുക്ക് ലവ് ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഏഞ്ചലൊക്കെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, കാരണം അവരൊക്കെ ഓടിയിട്ടുണ്ടാവും. ഇതൊക്കെയല്ലേ കാണുന്ന ചുറ്റിനും കാമത്തിന് വേണ്ടിയിട്ട് എന്ത് നെറുകേടും കാണിക്കുന്ന മനുഷ്യർ. മൃഗങ്ങൾക്ക് പോലും ഉണ്ട് ചില നീതി നിയമം. അവരവരുടെ കുഞ്ഞിനെയൊന്നും ഉപദ്രവിക്കില്ല. അവർക്കൊരു സമയമുണ്ട്, ഇന്ന സമയത്ത് മാത്രമേ അവർ ഇണചേരുന്നുണ്ട്. എന്നാൽ അങ്ങനെ നീതി നിയമവും ഒന്നുമില്ലാത്ത ഒരേ ഒരു ജീവിയുള്ളൂ, അത് മനുഷ്യനാണ്. വിവേകം എന്നുള്ള സാധനം മുഴുവനായിട്ടും പോയിരിക്കുന്നു മനസ്സിന്ന്. ദയവായിട്ട് ഇത് കേൾക്കുന്നവരെങ്കിലും നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കുടുംബം എന്താണെന്നും നിങ്ങളുടെ സ്നേഹം എന്താണെന്നും അതിനൊക്കെ ശേഷം അവസാനത്തെ പരിഗണന ഈ കാര്യത്തിന് കൊടുത്താൽ മതി. പ്രധാന പരിഗണന ഇതിന് കൊടുക്കാതിരിക്കുക. ഇത് കേൾപ്പിക്കുന്നത് അതുകൊണ്ടാണ്, പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ്, മന്ത്രം ചൊല്ലുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. അത്തരക്കാരാവും എൻ്റെ റീഡിങ് കേൾക്കുന്നുണ്ടാവുക എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇനി നമുക്ക് മാലാഖയുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം. എൻഗേജ്മെൻ്റാണ്, വിവാഹ നിശ്ചയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 10 പെൻറ്റക്കിൾ വിവാഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. 10 കപ്പ് വിവാഹത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നിങ്ങൾ കാത്തിരിക്കുന്നത് ഈ വ്യക്തിയെയാണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കുമോ അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ല എന്നാണ്. വെരി സൂൺ, ഈ അടുത്ത് തന്നെ എന്തോ ഒരു സംഭവം ഉണ്ടാവാൻ പോകുന്നുണ്ട്. നല്ല നല്ല കാര്യങ്ങളായിരിക്കാം. ഇവിടെ പോസിറ്റീവ് എനർജിയാണ്, ഭൂമിയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. വീനസ് ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ അതിൽ നിന്ന് പുറത്തോട്ട് വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രണയം നന്നായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ പറയാനുള്ളത്. നോ എന്ന ആൻസർ അത്ര ബാധിക്കില്ല, കാര്യമായിട്ട് ബാധിക്കില്ല. ഇപ്പം നിങ്ങൾ എൻഡായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവും. ഇപ്പം നോ എന്നായിരിക്കുക, രണ്ടുപേരും സംസാരിക്കുന്നില്ലായിരിക്കുക. എന്നാൽ അത് മാറിയിട്ട് റീയൂണിയനിലേക്ക് വരുമെന്നാണ് എല്ലാ കാർഡും പറയുന്നത്. പോസിറ്റീവാണെന്ന് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് നോക്കാം. ഐ ഹേറ്റ് യു എന്ന് പറയുന്നവരും ഉണ്ട്. തേർഡ് പാർട്ടിയാണ് ഇയാൾക്ക് വെറുപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളെയല്ല, അത് സുഹൃത്ത് മാത്രമാണ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തേർഡ് പാർട്ടിയെ ചൊല്ലിയിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വെറുപ്പാണ്. അത് സുഹൃത്ത് മാത്രമാണ്. നിങ്ങൾ കരുതുന്നത് പോലെ കാമുകനോ കാമുകിയോ അല്ല എന്നാണ് അവരിവിടെ പറയാൻ ശ്രമിക്കുന്നത്. അവരുടെ മനസ്സാണ് പ്രപഞ്ചം കാണിച്ചു തരുന്നത്. നിങ്ങൾ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കാതിരിക്കുക. നിരപരാധിയാണ് അവർ, പാവം എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കണ്ടതും കേട്ടതൊന്നും പറയാതെ നിങ്ങളുടെ പങ്കാളി അങ്ങനെ, നിങ്ങളുടെ പങ്കാളി ഇങ്ങനെ, നിങ്ങളുടെ പങ്കാളി ഇങ്ങനെ, ഇതൊക്കെ പറഞ്ഞാലാണ് ടാരോ റീഡിങ്ങിൽ വിജയിക്കൂ എന്നുള്ളതാണ് ചുറ്റും ഉള്ളവരുടെ കാര്യം നോക്കുമ്പോൾ പറയാനുള്ളത്. പക്ഷേ നമ്മളിവിടെ കാണുന്നതും വിഷമിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു. കുറച്ച് നിങ്ങൾക്ക് അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ടാവും. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ജീവിതം പ്രണയത്തിന് വേണ്ടിയും കാമത്തിന് വേണ്ടിയും വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയും മാത്രമുള്ളതല്ല. അതുകൂടി ഒന്ന് ഓർക്കുക. നമ്മുടെ കയ്യിൽ നമ്മൾക്കായിട്ടൊരു കുഞ്ഞിനെ തന്നു, അച്ഛനായാലും അമ്മയായാലും അവരോട് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ദൈവം കൊടുക്കുന്നുണ്ട്. അതിനെ വളർത്തുക, വലുതാക്കുക, അതിന് സ്വന്തം കാലിൽ നിൽക്കാറാവുന്നത് വരെ നമ്മുടെ സഹായം ഉണ്ടാവുക. അതിനുവേണ്ടിയാണ് നമ്മുടെ കയ്യിലേക്ക് കുഞ്ഞുങ്ങളെ തരുന്നത്. കുഞ്ഞുങ്ങളില്ലാത്ത എത്ര പേരുണ്ട്. അവർ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുന്നു, പൂജകൾ ചെയ്യുന്നു, യാഗം, യജ്ഞം ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കിട്ടുമോ? നമ്മൾക്ക് ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. ജീവനുള്ള ഒരു കുട്ടിയെ ദൈവം തന്നെ തരണ്ടേ? അതിനെയാണ് ഇല്ലാതാക്കുന്നത്. ഫിസിക്കൽ ബന്ധത്തിന് പറ്റുന്നില്ല എന്നാണ് കാരണം പറഞ്ഞിരിക്കുന്നത്. ടാരോ റീഡിങ്ങിൻ്റെ മറവിലും ഇത്തരം ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവിഹിത ബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഫിസിക്കൽ ബന്ധത്തിന് അമിത പ്രാധാന്യം കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നവരും ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളത് മാത്രം മുൻനിർത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കരുത്. സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയണം. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ റീഡിങ് കേൾക്കുന്നവരോട്. അപ്പോൾ നിങ്ങൾ നല്ല വഴിക്ക് ഈശ്വരനെ വിചാരിച്ച് മുന്നോട്ട് പോവുക. അവനവൻ്റെ കടമകൾ
മാതാപിതാക്കളോടുള്ളതാണെങ്കിലും പങ്കാളിയോടുള്ളതാണെങ്കിലും സ്വന്തം കുഞ്ഞുങ്ങളോടുള്ളതാണെങ്കിലും അത് മറക്കാതിരിക്കുക. പ്രണയം വേണ്ടാതേ പറയുന്നില്ല, അതാവാം. പക്ഷെ നമ്മുടെ കടമകൾ മറക്കരുത്. അതിനുവേണ്ടി അവരെ അങ്ങ് ഇല്ലാതാക്കാനും പാടില്ല. നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം. അങ്ങനെയാവുമ്പോൾ ദൈവാനുഗ്രഹം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ദൈവാനുഗ്രഹമുള്ളവരാവട്ടെ, എല്ലാവരും നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാവട്ടെ. നിങ്ങളെ വളരെയധികം ബോറടിപ്പിക്കുന്ന രീതിയിലാണ് എൻ്റെ വാക്കുകൾ എന്നെനിക്കറിയാം. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നതാണ്. കാരണം എല്ലാവരും പ്രണയത്തിന് വേണ്ടിയാണ് ഇത് കാണുന്നത്. അതിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ മറന്നു പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരികയാണ്.